ഹലോ ഗൈസ്, അങ്ങനെ ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് നമ്മൾ തമിഴ്നാട്ടിലെ തിരുനെൽവേലിയിലാണ്. ഇവിടെ എന്താവശ്യത്തിന് വന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തിരുനെൽവേലിക്ക് അടുത്തായിട്ട് നഗ്നൂർ എന്ന് പറഞ്ഞിട്ടൊരു പ്ലേസ് ഉണ്ട്. അവിടെ ഒരു തമിഴ് ഫിലിമിൻ്റെ ഷൂട്ടിംഗ് നടക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് കാര്യങ്ങൾ, ക്യാമറ, അത് റിലേറ്റഡ് ആയുള്ള എക്യുപ്മെൻറ്റ്സ് കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത് ഞങ്ങൾ എറണാകുളത്തുള്ള കമ്പനിയാണ്. അപ്പോൾ എന്ത് പറ്റിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ഉപയോഗിക്കുന്ന ഡയറക്ടർ മോണിറ്റർ ഉണ്ട്. അതായത് ഡയറക്ടർക്ക് ആക്ഷൻ കട്ട് പറയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മോണിറ്റർ ഉണ്ട്. ആ മോണിറ്റർ ഡാമേജ് ആയി, ബാറ്ററി ഇട്ടിട്ട് വർക്ക് ചെയ്യണില്ല. അപ്പോൾ അത് ജസ്റ്റ് സർവീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഞാൻ ചെന്നൈയിലോട്ട് പോവുകയാണ്. അപ്പോൾ ഫസ്റ്റ് ഡേ ഇവിടെ വന്നപ്പോൾ എനിക്ക് തിരുനെൽവേലി ഇവിടെ നിൽക്കേണ്ട വന്നു. ഏകദേശം ഒരു 9 മണി കഴിഞ്ഞിട്ടാണ്, നൈറ്റ് 9 മണിക്ക് ശേഷമാണ് എനിക്ക് ട്രെയിനുള്ളത്. അപ്പോൾ ഞാൻ ഇവിടെ രാവിലെ വന്നിട്ട് റൂം കാര്യങ്ങളെല്ലാം എടുത്ത് ഒന്ന് ഫ്രഷായി എൻ്റെ ഡ്രസ്സ് കാര്യങ്ങളെല്ലാം കഴുകി വൃത്തിയാക്കി. ഇവിടെ ഒരു തട്ടുണ്ട്. ഇപ്പോൾ ഞാനിരിക്കുന്നത് ആ തട്ടിലാണ്, ഈ ഹോട്ടലിൻ്റെ തട്ട്. അപ്പോൾ അവിടെ എല്ലാം ഡ്രസ്സ് കാര്യങ്ങളെല്ലാം കഴുകി വൃത്തിയാക്കി ഉണക്കി എല്ലാം നീറ്റാക്കി വെച്ചിരിക്കുകയാണ്. അതേപോലെ തന്നെ ഈ തട്ടിൻ്റെ മുകളിൽ ഇരുന്നിട്ട് ഞാൻ ഇവിടുത്തെ വ്യൂ ഒന്ന് നോക്കുകയാണ്. ഏകദേശം തിരുനെൽവേലി പറഞ്ഞാൽ ഇവിടെ അത്യാവശ്യം നല്ല ചൂടുള്ള ഏരിയ, പ്രത്യേകിച്ച് ഈ ഒരു മെയ് മാസം ആയതോട് കൂടിയിട്ട് തന്നെ ഭയങ്കര ചൂടാണ്. അപ്പോൾ ഇനിയുള്ള പ്ലാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് നേരെ ചെന്നൈയിലോട്ട് പോകണം. അത് ട്രെയിനിലാണ് ഞാൻ പോകാൻ ഉദ്ദേശിക്കുന്നത്. അതിന് മുന്നാടിയായിട്ട് ഇവിടുത്തെ തിരുനെൽവേലി ഹൽവ, അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഞാൻ പല സ്ഥലത്തും പോയിട്ടുണ്ട്, എന്തെങ്കിലും സ്പെഷ്യലായിട്ടുള്ള കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ വീഡിയോ ചെയ്യാറുള്ളൂ. എനിക്ക് കംഫർട്ടബിൾ ആയി തോന്നും അങ്ങനെ ഒരു കാര്യം ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ. അല്ലാതെ ഒരു യൂട്യൂബിൽ നിന്നൊരു സാമ്പത്തികമായിട്ടുള്ളൊരു ഭദ്രത കാര്യങ്ങൾ ഉറപ്പുവരുത്താനോ അങ്ങനെയുള്ള കാര്യത്തിന് വേണ്ടിയിട്ടൊന്നല്ല ഞാൻ ചെയ്തിരുന്നത്. அண்ணே இந்த அல்வா சாப்பிட கிடைக்குமா? எவ்வளோ ரேட்டு? அண்ணா எவ்வளோ ரேட் அண்ணே? எவ்வளோ ரேட்டு சாப்பிட? அந்த கொஞ்சம் டேஸ்ட் பண்ணால் அது 20 rupees. என்ன அல்வா என்னது? என்ன அல்வா? கோதுமை அல்வாயா? ഹലോ ഗൈസ്, അങ്ങനെ ഇപ്പോൾ നമ്മളിവിടെ വന്നതിന് ശേഷം ആദ്യമായിട്ട് നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ പോകണം. ജീവിതത്തിൽ ആദ്യമായിട്ട് കഴിക്കുമ്പോൾ തിരുനെൽവേലി ഹൽവ. ഞാൻ ഇപ്പോൾ ആ കട വന്ന്, അതായത് നമ്മളെ തിരുനെൽവേലി റെയിൽവേ സ്റ്റേഷൻ്റെ അവിടുന്ന് ഒരു ബേക്കറി ഉണ്ട്. ആ ബേക്കറിയിൽ നിന്ന് വാങ്ങിയ ഹൽവയാണ് ഞാൻ അവിടെ നിന്ന് കഴിച്ചു. പഴയ കുറച്ച് ആൾക്കാരുടെ റഷസ് കാരണം ഞാൻ അവിടെ നിന്ന് വീഡിയോ ചെയ്തില്ല. അതുകൊണ്ട് ഇവിടെ നമ്മളെ ഓട്ടോ സുഹൃത്തുക്കളുണ്ട്, നമ്മളെ തിരുനെൽവേലി ഫ്രണ്ട്സ്. അപ്പോൾ അവരുടെ കൂടെ ഞാൻ ഈ ഹൽവ കഴിക്കാൻ പോകും. ആണേ വാണേ സാപ്പിടണേ വാണേ இப்போ எப்படி இருக்கு திருநெல்வேலியில? எப்படி இருக்கு? நான் சாப்பிடுறேன். எடுத்துன்னு டெல்லி வரையும் போகுது. அங்கே ஹோட்டல்னு இது சாப்பிட்றேன். நான் டெல்லிக்கு ரெண்டும் இது வாங்கி சாப்பிட்றேன். தமிழ் கொஞ்சம் நேரம் தெரியும், அட்ஜஸ்ட் பண்ணுறேன். தமிழ் கொஞ்சம் വന്നതിന് ശേഷം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുൾ റഷസ് ആണ്. ഇത് ഭയങ്കര സിറ്റി തന്നെ പറയാം. മൊത്തത്തിൽ ആൾക്കാരുടെ ഭയങ്കര ക്രൗഡാണ്. അതേപോലെ ഈ ഏപ്രിൽ കഴിഞ്ഞ് മെയ് മാസത്തിൽ ആയപ്പോഴേക്കും ചൂട് ரொம்ப അധികമായിരുന്നു. ഓക്കെ, റിയലി ടേസ്റ്റ്. ഇനി ഇതുപോലെ തന്നെ ഈ നമ്മൾ പ്രത്യേകിച്ച് ഒരു പ്രിപ്പറേഷൻ ഇല്ലാതെയാണ് ഞാനിപ്പോൾ ഇവിടെ ഈ വരുന്നത്, ഓരോ യാത്രയും ചെയ്യുന്നത്. സൂപ്പറാ ഇருக்கு, നല്ല ഇருக்கு. അതുകൊണ്ട് പ്രത്യേകിച്ച് പ്രിപ്പറേഷനോ കാര്യങ്ങളോ ഇല്ലാതെ ഓരോ സ്ഥലത്ത് പോയിട്ട് ട്രാവൽ ചെയ്യുന്നതും അവിടുത്തെ കാര്യങ്ങളും സ്പെഷ്യലായിട്ടുള്ള കാര്യങ്ങളും എല്ലാം കണ്ടറിഞ്ഞ് നമ്മൾ വീഡിയോ ചെയ്യണത്. പക്ഷേ ഇവിടെ പെട്ടെന്ന് അൺഎക്സ്പെക്റ്റഡ് വന്നപ്പോൾ നമുക്ക് ഒന്നിനെ കുറിച്ചും പ്രത്യേകിച്ച് പറയാൻ പറ്റുന്നില്ല. പക്ഷെ തിരുനെൽവേലി ഹൽവ ഞാൻ കേട്ടിട്ടുണ്ട്, എല്ലാ ഊരിലും ഫസ്റ്റ് രസമുള്ളൂ. അപ്പോൾ അത് ഇപ്പോൾ വന്നപ്പോൾ ഞാൻ ആദ്യമായിട്ട് ടേസ്റ്റ് ചെയ്തത് ഇത് ഗോതമ്പ് ഹൽവ. കൊള്ളാം, ഭയങ്കര സോഫ്റ്റ് ആണ്, മറ്റുള്ളതിനെ അപേക്ഷിച്ച് ഭയങ്കര സോഫ്റ്റ് ആണ്. അപ്പോൾ அந்த கோவிலுக்கு பக்கத்துல ஹல்வையா? இங்கே வரும்போது அங்கே சாப்பிட்டேன். இங்கே எத்தனை கிலோமீட்டர் இருக்கும்? 3 கிலோமீட்டர். ஓகே.
അപ്പോൾ ഇനി വരുമ്പോൾ ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞിരുന്നു നമ്മളെ equipments നേരാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെന്നൈ പോകും. അതിനുശേഷം വീണ്ടും റിട്ടേൺ வந்து திருநெல்வேலி ஹல்வா வரும். அப்போ அந்த நம்ம ஓட்டானா சொன்ன மாதிரி அங்கே போய் இங்கேருந்து 3 கிலோமீட்டர்ஸ் இருக்கு. அங்கே போய் அந்த ஹல்வையும் கூட எக்ஸ்பீரியன்ஸ். ഇരുട്ടുകട ഹൽവ ഹൽവ. ഓക്കെ. അതേപോലെ തന്നെ ഇവിടെ ഈ വഴിയോര കച്ചവടക്കാർ കുറച്ച് സ്പെഷ്യലായിട്ട് എന്തായാലും പേരൊന്നും എനിക്ക് അറിയത്തില്ല, കുറച്ച് കാര്യങ്ങൾ ഇവിടെ സെയിൽ ചെയ്യുന്നു. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നോക്കി ഒന്ന് ടെസ്റ്റ് ചെയ്ത് കാര്യങ്ങളൊക്കെ കണ്ടറിഞ്ഞ് അതിനെ കുറിച്ചിട്ട് വീഡിയോ ചെയ്യാൻ പോകും. ഓക്കെ, താങ്ക് യു. Ergo. ऐसा है Cheers. Cheers na. Cheers. അങ്ങനെ നമ്മളിപ്പോൾ തിരുനെൽവേലി വന്നിട്ട് ഇവിടുത്തെ കുറച്ച് ഇവിടുത്തെ കുറച്ച് ഫുഡും മറ്റുള്ള കാര്യങ്ങളെല്ലാം എക്സ്പീരിയൻസ് ചെയ്യും. ഇവിടെ എന്താ വെച്ചാൽ നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വരുന്ന കാരണം കൊണ്ട് തന്നെ പ്രത്യേകിച്ച് പ്രിപ്പറേഷൻ ചെയ്യുന്നില്ല. ഓരോ സ്ഥലത്തിനെ കുറിച്ചിട്ടും ഇവിടുത്തെ പ്രത്യേകതകളെ കുറിച്ചിട്ടും നമ്മൾ കൂടുതലായിട്ട് പ്രിപ്പയർ ചെയ്യണില്ല. ഇവിടെ വരുമ്പോൾ നമ്മൾ അറിയുന്ന കാര്യങ്ങളാണ് നിങ്ങളായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലാൻ പറഞ്ഞെങ്കിൽ ഇപ്പോൾ നൈറ്റ് 9 മണിക്ക് ട്രെയിൻ ഉണ്ട്. ആ ട്രെയിനിന് നേരെ ചെന്നൈയിൽ പോകുക എന്നുള്ളതാണ് ഞാൻ ചിന്തിക്കുന്നത്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് എനിക്ക് റൂമിൽ പോകണം, ഡ്രസ്സ് കാര്യങ്ങളെല്ലാം പാക്ക് ചെയ്യണം. അല്ല, ഓൾറെഡി പാക്ക് ചെയ്തിട്ടുണ്ട്. ആ പാക്ക് ചെയ്ത ഡ്രസ്സ് എടുത്ത് നേരെ റെയിൽവേ സ്റ്റേഷനിൽ പോകാം. പിന്നെ ബാക്കിയുള്ള വിശേഷങ്ങൾ നമ്മൾ ചെന്നൈയിലാണ്. ചെന്നൈയിൽ നമ്മൾ മുന്നേ ഒരു വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഓക്കെ.